ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ പൗരോഹിത്യത്തിലൂടെ എപ്രകാരം പ്രേക്ഷിത പ്രവർത്തനം നടത്താൻ സാധിക്കുമെന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം. നിത്യപുരോഹിതനായ ഈശോയെ, മാമോദീസായിലൂടെ അവിടുത്തെ പൗരോഹിത്യത്തിൽ പങ്കുചേർന്നിട്ടുള്ള ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. മാമോദീസായിൽ ഞങ്ങൾക്ക് ലഭിച്ച വരപ്രസാദം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ജീവിത വിശുദ്ധി കാത്തുസൂക്ഷിക്കുവാനായിട്ട് ഉള്ള കൃപ അവിടുന്ന് ഞങ്ങൾക്ക് തരണമേ. അമ്മേ മാതാവേ, അവിടുത്തെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെയും നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സഭ പ്രേക്ഷിത സമൂഹം എന്നുള്ള വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ തുടക്കം നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടെങ്കിൽ, ഈശോ ഈ ലോകത്തിൽ നിന്ന് പോകുന്ന സമയത്ത് 2 കൽപ്പനകളാണ് നൽകുന്നത്, അല്ലെങ്കിൽ 2 ഉത്തരവാദിത്തങ്ങളാണ് സ്ലീഹന്മാരെ ഏൽപ്പിക്കുന്നത്. ഒന്നാമത്തെ ഉത്തരവാദിത്വം എന്തായിരുന്നു? അവരെല്ലാവരും കൂടെ അന്ത്യത്താഴ വേളയിൽ മേശയ്ക്ക് ചുറ്റും ഇരിക്കുമ്പം അപ്പവും വീഞ്ഞും എടുത്തുയർത്തിയിട്ട് ഈശോ പറഞ്ഞു, ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്. അതിനുശേഷം ഒരു കൽപ്പന ഈശോ നൽകുന്നുണ്ട്. എന്താണത്? ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഈശോ നൽകിയ ഒരു കൽപ്പന എന്ന് പറയുന്നത് ബലിയുടെ ഓർമ്മ ആചരിക്കാനായിട്ടുള്ള കൽപ്പനയാണ്. അതിനുശേഷം ഈശോ ഈ ലോകത്തിൽ നിന്ന് പോകുന്നതിന് തൊട്ട് മുൻപ് ശിഷ്യന്മാരെ എല്ലാം വിളിച്ചു കൂട്ടിയിട്ട് മറ്റൊരു ദൗത്യം അവരെ ഏൽപ്പിക്കുന്നുണ്ട്. എന്തായിരുന്നു രണ്ടാമത്തെ ആ കൽപ്പന? നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. അപ്പോൾ നമുക്കിങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ഈശോ നൽകിയ കൽപ്പന അനുസരിച്ചാണ് ആര് സുവിശേഷ പ്രഘോഷണം നടത്തിയത്? സ്ലീഹന്മാർ സുവിശേഷ പ്രഘോഷണം നടത്തിയത്. ആ സ്ലീഹന്മാരുടെ പിന്തുടർച്ചയായ മെത്രാന്മാരും വൈദികരും ഇന്നും ആ ദൗത്യം അനസ്യൂതം തുടരുകയും സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഫലമായിട്ട് സഭ തഴച്ചു വളരുകയും ചെയ്യും. ഒരു സഭ വളരാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, അത് സുവിശേഷ പ്രഘോഷണമാണ്. നമുക്കറിയാം, ആദിമ സഭാ സമൂഹം തന്നെ രൂപം കൊണ്ടത് എപ്രകാരമാണ്? പത്രോസ് ശ്ലീഹ എഴുന്നേറ്റിരുന്നൊരു പ്രസംഗം പറഞ്ഞു. 3000-ഓളം ആളുകൾ ആ നിമിഷം തന്നെ ജ്ഞാനസ്നാനം സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. അത്രയും ശക്തിയുണ്ട് സുവിശേഷ പ്രഘോഷണത്തിന്, അല്ലെങ്കിൽ വചനത്തിന് അത്രയും ശക്തിയുണ്ട്. അതുകൊണ്ട് ഒരു പുരോഹിതൻ്റെ അടിസ്ഥാന ദൗത്യം, അല്ലെങ്കിൽ പ്രഥമവും പ്രധാനപ്പെട്ടതുമായ ദൗത്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സുവിശേഷ പ്രഘോഷണമാണ്, അല്ലെങ്കിൽ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ സുവിശേഷ പ്രഘോഷണത്തിലൂടെ ഒരു ജനതയെ മുഴുവൻ മാനസാന്തരപ്പെടുത്താനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ് പുരോഹിതരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ ജീവിതം. ജോൺ മരിയ വിയാനി ആർസ് എന്ന സ്ഥലത്തിലേക്ക് പോകുന്നു. അവിടുത്തെ മനുഷ്യരെന്ന് പറഞ്ഞാൽ പള്ളി എന്താണെന്നറിയത്തില്ല, കൂദാശകൾ എന്താണെന്നറിയത്തില്ല. അവർ വളരെ കുത്തഴിഞ്ഞൊരു ജീവിതം നയിച്ചുകൊണ്ടിരുന്ന മനുഷ്യരാണ്. വിയാനി ആദ്യമായിട്ട് പള്ളിയിലേക്ക് ചെല്ലുമ്പം കുർബാനയ്ക്ക് ഞായറാഴ്ച കയറുമ്പോൾ ഒരു മനുഷ്യൻ പോലും ഇല്ല പള്ളിയിൽ. വിയാനി എന്ത് ചെയ്തു? വിയാനി ആ തെരുവോരങ്ങളിലൂടെ എല്ലാം നടന്നു, എല്ലാവരോടും കുർബാനയ്ക്ക് വരണമെന്നും പറഞ്ഞു. അതുകൊണ്ട് തന്നെ വിയാനിയുടെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഫലമായിട്ട് ആർസിൽ വലിയ മനസാന്തരം ഉണ്ടായി. സമാനമായ മറ്റൊരു വ്യക്തിത്വമാണ് ഫ്രാൻസിസ് അസീസി. ഫ്രാൻസിസ് അസീസി സുവിശേഷം, ഈശോയുടെ സ്നേഹം ഹൃദയത്തിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അത് സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കാനായിട്ട് ആരംഭിച്ചു. പക്ഷികളോടും പറവകളോടും സുവിശേഷം പ്രസംഗിച്ചു. അതുപോലെ തന്നെ പാതുവായിലെ വിശുദ്ധ അന്തോണി റിമിനിയിൽ ചെന്നപ്പോൾ ഒരു മനുഷ്യനും അദ്ദേഹത്തെ സ്വീകരിക്കുന്നില്ല. ദൈവം എന്തിന് എന്നുള്ള ചിന്തയുള്ള മനുഷ്യരായിരുന്നു. ആരുമില്ല അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ. അദ്ദേഹം നേരെ ഒരു കടൽക്കരയിൽ പോയി അന്തോണി അവിടെ സുവിശേഷം പ്രസംഗിച്ചു. ഇപ്രകാരമാണ് ചരിത്രത്തിൽ പറയപ്പെടുന്നത്, മീനുകൾ അദ്ദേഹത്തിൻ്റെ സുവിശേഷ പ്രഘോഷണം കേൾക്കാനായിട്ട് ഓടിയെത്തിയെന്നുള്ളത്. എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെയാണോ സഭ രൂപപ്പെട്ടിട്ടുള്ളത് അവിടെയെല്ലാം സുവിശേഷ പ്രഘോഷണം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാം തിരുവചനം വളരെ കൃത്യമായിട്ട് ഇത് പറയുന്നുണ്ട്. സുവിശേഷ പ്രഘോഷണം എന്നുള്ളത് ഈശോ ഫലമേൽപ്പിച്ച ദൗത്യമാണെന്നുള്ളത്. ഇപ്രകാരമാണ്, നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഈശോ ഏൽപ്പിച്ച ദൗത്യമാണ് എന്ത്?
സുവിശേഷ പ്രഘോഷണം നടത്തുക അല്ലെങ്കിൽ പഠിപ്പിക്കുക എന്നുള്ളത്. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വചന പ്രഘോഷണം എന്നുള്ളത് ഒരു പുരോഹിതൻ്റെ ജീവിത ദൗത്യമാണ്. ഞായറാഴ്ചയിലെ പ്രസംഗങ്ങൾ നമുക്കറിയാം. ശരിക്കും പറഞ്ഞാൽ ഒരു ഇടവക ജനത്തോട് പുരോഹിതന് സുവിശേഷം പ്രസംഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല അവസരമാണ് ഞായറാഴ്ച കുർബാനയെ മധ്യേയുള്ള വചനപ്രഘോഷണം. അതുപോലെ അൽമായരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം വചനം ഏറ്റവും മനോഹരമായിട്ട് പങ്കുവയ്ക്കപ്പെടുന്ന നിമിഷവുമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഞായറാഴ്ച ആചരണം കൂടുതൽ, സാധാരണ ഒരു ദിവസം കുർബാനയിൽ പങ്കെടുക്കുന്നതിലും കൂടുതൽ തീഷ്ണതയിൽ നമ്മൾ ഞായറാഴ്ചയിലെ വിശുദ്ധ കുർബാന ആചരണം അത്ര ഭക്തിയോടുകൂടി നടത്തുന്നതിൻ്റെ കാരണം ഒരു വലിയ സാധ്യതയാണ്, വചനത്തിൻ്റെ ഒരു വിളമ്പലാണ്. അവിടെ രണ്ട് കാര്യങ്ങളാണ് വിളമ്പുന്നത്. ഒന്ന് വചനവും ഒന്ന് ഈശോയുടെ തിരുശരീരവും രക്തവും. രണ്ടും ഒരേപോലെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഞായറാഴ്ച ആചരണങ്ങൾ കൂടുതൽ മനോഹരമാക്കി തീർക്കാൻ നമുക്ക് സാധിക്കണം. രണ്ടാമത്തെ കാര്യം, ദൈവജനത്തെ വിളിച്ചു കൂട്ടപ്പെടുന്ന അവസരമാണ് എന്ത്? വചന പ്രഘോഷണം എന്നുള്ളത്. ആ അർത്ഥത്തിലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സുവിശേഷ പ്രഘോഷണം. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഇതിനെക്കുറിച്ച് ഇപ്രകാരം പറയുന്നുണ്ട്: കർത്താവിൽ ആനന്ദിക്കത്തക്ക വിധം തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സുവിശേഷ ദൗത്യം സകലർക്കും പകർന്നു കൊടുക്കാൻ കടപ്പെട്ടവരാണ് വൈദികർ. പരസ്യമായ പ്രസംഗത്തിലൂടെ മിശിഹാ രഹസ്യത്തെ അവർ വിളംബരം ചെയ്യുന്നു. സ്വന്തം വിജ്ഞാനം പഠിപ്പിക്കുകയല്ല, പ്രത്യുത ദൈവവചനം പഠിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ആത്മപരിവർത്തനത്തിലേക്കും സ്വയം വിശുദ്ധീകരണത്തിലേക്കും നയിക്കുക എന്നതാണ് വൈദികരുടെ കർത്തവ്യം എന്നുള്ളത്. ഇനി രണ്ടാമത്തെ ദൗത്യത്തിലേക്കാണ് നമ്മൾ കടക്കുക. അത് വിശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. പൗരോഹിത്യത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് വിശുദ്ധീകരിക്കുക എന്നുള്ളത്. എങ്ങനെയാണ് പൗരോഹിത്യത്തിൽ വിശുദ്ധീകരിക്കാനായിട്ടുള്ള സാധ്യത ലഭിക്കുന്നത്? അതിന് ഒറ്റ സാധ്യതയുള്ളൂ. എല്ലാ പുരോഹിതരും പങ്കുചേരുന്നത് ഏതിലാണ്? നിത്യപുരോഹിതനായ ഈശോയുടെ പൗരോഹിത്യത്തിലാണ്. ലോകത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി സ്വയം ഇല്ലാതായ, സ്വയം സമർപ്പിച്ച ഈശോ. ഈശോയുടെ വിശുദ്ധിയിൽ പങ്കുപറ്റുന്നത് കൊണ്ട് തന്നെ എല്ലാ പുരോഹിതർക്കും വിശുദ്ധീകരണം എന്നുള്ള ദൗത്യത്തിൽ പങ്കുചേരാനായിട്ട് സാധിക്കുന്നു. ഹെബ്രായ ലേഖനം 5-ാം അധ്യായം 1-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രധാന പുരോഹിതൻ ദൈവീക കാര്യങ്ങൾക്ക് നിയമിക്കപ്പെടുന്നത് പാപപരിഹാരത്തിനായി ബലികളും കാഴ്ചകളും അർപ്പിക്കാനാണ്. അപ്പം പുരോഹിതൻ്റെ ഒരു വലിയ ദൗത്യമാണ് എന്ത്? ദൈവജനത്തിൻ്റെ വിശുദ്ധീകരണം എന്നുള്ളത്. അപ്പോൾ ജനങ്ങൾക്കിടയിൽ നിന്നാണ് ഓരോ പുരോഹിതനും തിരഞ്ഞെടുക്കപ്പെടുന്നത്. എന്തിനു വേണ്ടിയാണ്? ജനങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി. ഇപ്രകാരം ദൈവം വിളിച്ച ഒത്തിരി ആളുകളെ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. ദൈവം വിളിച്ച് മാറ്റി നിർത്തിയ ആൾക്കാർ. അതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനെ സ്പർശിച്ച ഒരു വചനമുണ്ട്: ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ അവൻ എന്ത് പ്രയോജനം? ഈ ഒരു വചനം കേട്ടപ്പോഴത്തേനും ഫ്രാൻസിസ് സേവ്യറിന് വലിയ മാനസാന്തരം ഉണ്ടാവുകയും കർത്താവിൻ്റെ വിളി കേട്ട് കർത്താവിൻ്റെ പാത പിന്തുടരുകയും ചെയ്തു. അതുപോലെ വിശുദ്ധ അഗസ്റ്റിൻ്റെ ജീവിതം എടുത്ത് നോക്കുകയാണെങ്കിൽ, അഗസ്റ്റിൻ്റെ ജീവിതം നമുക്കറിയാം. ഒരു കുത്തൊഴിഞ്ഞ ജീവിതമായിരുന്നു. ഏകദേശം ഒരു 30 വയസ്സ് വരെയുള്ള കാലം. അദ്ദേഹം ഒരു ഉദ്യാനത്തിലൂടെ ഇങ്ങനെ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുമ്പം ഒരു പാട്ട് പിന്നിൽ നിന്ന് കേൾക്കുന്നു. ആ പാട്ട് ഇപ്രകാരമാണ്: എടുത്തു വായിക്കുക, എടുത്തു വായിക്കുക എന്നൊരു വരികൾ ആ പാട്ടിൽ എവിടെയോ ഉണ്ട്. അങ്ങനെ അദ്ദേഹം എടുത്തു വായിക്കുന്നു. അദ്ദേഹത്തിന് വചനം അദ്ദേഹത്തിൻ്റെ കണ്ണ് തുറക്കുന്നുണ്ടെങ്കിൽ വചനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കുന്നു. അങ്ങനെ വചനത്തിന് വിശുദ്ധീകരിക്കാനായിട്ടുള്ള വലിയ ശക്തിയുണ്ട്. ഓരോ പുരോഹിതനും ഈ ഒരു വലിയ ശക്തിയിലേക്കാണ് കടന്നു വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പൗരോഹിത്യത്തിനും വിശുദ്ധീകരിക്കാനായിട്ടുള്ള ഒരു വലിയ ശക്തി ഉണ്ട് എന്നുള്ളതാണ്. ഒരു പുരോഹിതൻ്റെ ജീവിതം എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് ദ പ്രീസ്റ്റ് എന്നുള്ള കുഞ്ഞു വീഡിയോ നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. അതായത് ഒരു വിശ്വാസിയുടെ ജീവിതം എടുത്താൽ അവൻ്റെ ജനനം മുതൽ അവൻ്റെ മരണം വരെയുള്ള അവൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രധാനപ്പെട്ട നിമിഷങ്ങളിലൂടെയും ഒരു പുരോഹിതൻ്റെ സാന്നിധ്യമുണ്ട്. അത് വെറുമൊരു സാന്നിധ്യമല്ല, അതൊരു ഹീലിംഗ് സാന്നിധ്യമാണ്, അതൊരു സൗഖ്യപ്പെടുത്തുന്ന സാന്നിധ്യമാണ്, അല്ലെങ്കിൽ അതൊരു വിശുദ്ധീകരിക്കുന്ന സാന്നിധ്യമാണ്. ആദ്യമായിട്ട് നമ്മൾ ഈശോയെ അറിയുന്നത് അല്ലെങ്കിൽ ഈശോയുടെ ജീവിതത്തിലേക്ക് പങ്കുചേർക്കപ്പെടുന്നത് മാമോദീസായിലൂടെയാണ്. അപ്പം ആദ്യത്തെ വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് ഒരു പുരോഹിതനിലൂടെയാണ്. പിന്നീട് വിശുദ്ധ കുർബാന, ഈശോയെ ആദ്യമായിട്ട് നമ്മൾ സ്വീകരിക്കുന്നു. കുമ്പസാരത്തിലൂടെ നമ്മൾ അനുദിനം വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഓരോ കുദാശകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ രോഗീ ലേപനത്തിലൂടെ വിശുദ്ധീകരണം നടക്കുന്നു. വിവാഹം എന്ന കുദാശയിലൂടെ ദമ്പതികൾ വിശുദ്ധീകരിക്കപ്പെടുന്നു. അങ്ങനെ അതുപോലെ തന്നെ നമ്മൾ മരിക്കുന്ന അവസരത്തിൽ അവസാനം നമ്മളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതും ഒരു പുരോഹിതനാണ്. അങ്ങനെ ഒരു മനുഷ്യൻ്റെ ജനനം മുതൽ
അവൻ്റെ മരണം വരെ ദൈവത്തിൻ്റെ കരങ്ങളിൽ അവനെ ഏൽപ്പിച്ച് അവനെ വിശുദ്ധീകരിക്കുന്നത് പുരോഹിതരാണ്. അതുകൊണ്ടാണ് ജോൺ മരിയ വിയാനിയൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളത്, ഒരു പുരോഹിതൻ അവൻ്റെ റോളിനെക്കുറിച്ച് തിരിച്ചറിഞ്ഞാൽ അവന് പിന്നെ ജീവിക്കാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞത്. കാരണം അവൻ മരിച്ചു പോകും. കാരണം അത്രയ്ക്ക് മഹോന്നതവും മഹത്തരവുമായിട്ടുള്ള ഒരു വിളിയും ദൗത്യവുമാണ് ഒരു പുരോഹിതൻ്റേത് എന്നുള്ളത്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഈ വിശുദ്ധീകരണ ദൗത്യത്തെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു: പുരോഹിതർ തങ്ങളുടെ പുരോഹിത ശുശ്രൂഷ വഴി വിശ്വാസികളുടെ ആധ്യാത്മിക ബലികൾ ഏക മധ്യസ്ഥനായ മിശിഹായുടെ ബലിയോട് ചേർത്ത് പരമപിതാവായ ദൈവത്തിന് അർപ്പിക്കുന്നു. പുരോഹിതരുടെ കരങ്ങൾ വഴിയായും സഭ മുഴുവൻ്റെയും നാമത്തിൽ അർപ്പിക്കപ്പെടുന്ന രക്തരഹിതവും കൗദാശികവുമായ ബലി മിശിഹായുടെ രണ്ടാമത്തെ ആഗമനം വരെ തുടരുക എന്നതാണ് പൗരോഹിത്യ ശുശ്രൂഷയുടെ ലക്ഷ്യം. അപ്പോൾ ഈ വിശുദ്ധീകരണ കർമ്മത്തിൽ പങ്കാളിയായി നിന്നുകൊണ്ട് ഓരോ പുരോഹിതനും ഈശോയുടെ രണ്ടാമത്തെ ആഗമനം വരെ ഈ വിശുദ്ധീകരണ ദൗത്യം തുടർന്നുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ ശുശ്രൂഷയാണ് നയിക്കുക എന്നുള്ളത്, അജപാലന ശുശ്രൂഷ. ഒരു നല്ല ഇടയനായിരിക്കുക. ഒരു നല്ല ഇടയൻ്റെ സവിശേഷത എന്താണ്? നല്ല ഇടയൻ ആളുകളെ അറിയുന്നു. അതുപോലെ നമ്മുടെയൊക്കെ ഇടവകളിലെ വികാരിയച്ചന്മാർ നല്ല ഇടയന്മാരാണ്. അപ്പം ആ ഇടവകയിലെ ആളുകളുടെ ആത്മസ്ഥിതിയെക്കുറിച്ചും അവരുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ടുള്ളൊരു ബോധ്യം ആർക്കുണ്ടായിരിക്കണം? പുരോഹിതർക്ക് ഉണ്ടായിരിക്കണം. നമുക്കൊക്കെ ആത്മസ്ഥിതി രജിസ്റ്ററുകളെക്കുറിച്ചൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ കുടുംബ രജിസ്റ്ററുകളൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൽ, ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ കൗദാശികപരമായിട്ടുള്ള ജീവിതം പ്രത്യേകമായിട്ടും എപ്രകാരമാണ് മുന്നോട്ട് പോകുന്നതെന്ന് അറിയാനായിട്ടുള്ള അവകാശവും അല്ലെങ്കിൽ അറിയാനായിട്ടുള്ളൊരു ഉത്തരവാദിത്വവും ആർക്കുണ്ട്? തീർച്ചയായിട്ടും പുരോഹിതർക്കുണ്ട്. എങ്കിൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ? ആ ഇടവക ജനത്തെ നല്ല രീതിയിൽ നയിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 14-ാം തിരുവചനം: ഞാൻ നല്ല ഇടയനാണ്, പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. ഇതാണ് ഒരു നല്ല ഇടയൻ്റെ സവിശേഷത. എന്താണ്? ഈശോ പറയുന്നുണ്ട്, ഞാൻ നല്ല ഇടയനാണ്. അതിൻ്റെ കാരണം എന്താ? പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. അപ്പോൾ ഓരോ പുരോഹിതരിൽ നിന്നും പ്രതീക്ഷിക്കുന്നതും ഇപ്രകാരമായിട്ടുള്ള ഒരു അജപാലന ശുശ്രൂഷയാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നു: തിരുസഭയെ പണിതുയർത്തുക എന്ന ജോലി നിർവഹിക്കുമ്പോൾ ഈശോയെ അനുകരിച്ചുകൊണ്ട് വളരെയേറെ സൗമ്യതയോടുകൂടി വൈദികർ എല്ലാവരോടും വർദ്ധിക്കണം. ഒരു വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ഓരോ ഘട്ടത്തിലും വൈദികൻ്റെ ശുശ്രൂഷ ലഭിക്കേണ്ടതുണ്ട്. അതായത് ഒരു കാരണവശാലും ഒരു വ്യക്തിക്ക് കിട്ടേണ്ടതായിട്ടുള്ള കൗദാശികപരമായിട്ടുള്ള അവകാശങ്ങൾ അയാൾക്ക് നിഷേധിക്കാനായിട്ട് പാടില്ല. അങ്ങനെ ആരും നിഷേധിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു വലിയ റോളാണ് ആരാ? നമ്മുടെ ഇടവകയിലെ വൈദികരെ നമുക്ക് വേണ്ടി വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ജീവിതം മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും അവർ വലിയ സാന്നിധ്യമായി നിൽക്കുന്നു. ഈ ഒരു അജപാലന ശുശ്രൂഷയുടെ ഭാഗമാണ് നമുക്കറിയാം നമ്മുടെ മാർപ്പാപ്പമാർ, ഫ്രാൻസിസ് മാർപ്പാപ്പ. അപ്പോൾ ലോകം വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് മാർപ്പാപ്പ പറയുന്നത്. അതിന് കാരണം എന്താ? കേവലം കത്തോലിക്കാ സഭയുടെ മാത്രം ഒരു നേതാവ് എന്ന രീതിയിലല്ല മാർപ്പാപ്പയെ ലോകം കാണുന്നത്. ഇതിനു മുൻപ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഏകദേശം 129ഓളം രാജ്യങ്ങൾ സന്ദർശിച്ചു. അദ്ദേഹം യാത്ര ചെയ്ത കിലോമീറ്ററുകൾക്ക് പരിധികളില്ല. അപ്പം അവിടെ എല്ലാം വലിയ സ്വീകാര്യതയാണ് ഉണ്ടായത്. അതായത് പല വിഷയങ്ങളും, അന്ന് ലോകം നേരിട്ടുകൊണ്ടിരുന്ന പല വിഷയങ്ങളിലും വ്യക്തമായിട്ടുള്ള തീരുമാനങ്ങൾ പറയാനും അതിനേക്ക് ശ്രദ്ധിക്കാനായിട്ടും ആര് ശ്രദ്ധിച്ചിരുന്നു? നമ്മുടെ മാർപ്പാപ്പമാർ ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ വലിയൊരു നേതൃത്വമാണ് സഭ ലോകത്തിനായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോൾ ആറാമൻ മാർപ്പാപ്പയുടെ സുവിശേഷ പ്രഘോഷണം എന്നുള്ള അപ്പസ്തോലിക ആഹ്വാനം വളരെ കൃത്യമായിട്ട് പൗരോഹിത്യ ദൗത്യത്തെ 6ആയിട്ട് തിരിക്കുന്നുണ്ട്. അതിനെ നമുക്കിങ്ങനെ പറയാൻ പറ്റും. ഒന്നാമത്തേതെന്ന് പറയുന്നത് ദൈവവചനം പ്രസംഗിക്കുക, രണ്ടാമത്തേത് ഐക്യത്തിൽ നിലനിർത്തുക, മൂന്നാമത്തേത് കൂദാശകളാൽ പരിപോഷിപ്പിക്കുക, നാലാമത്തേത് രക്ഷയുടെ മാർഗത്തിൽ ഉറപ്പിക്കുക, 5 ദൈവജനത്തിൻ്റെ ദൗത്യം നിർവഹിക്കാൻ പ്രോത്സാഹിപ്പിക്കുക, 6 ദൈവവിളിക്കനുസൃതമായി ജീവിക്കാൻ സഹായിക്കുക. ഇതൊക്കെയാണ് ഒരു പൗരോഹിത്യത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ദൗത്യങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ ദിവസവും, നമ്മുടെ അനുദിന ദിവസം, നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും നമ്മുടെ ഇടവകയിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള എല്ലാ വൈദികരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കൃപ അവരിലൂടെ നമ്മുടെ സഭയിൽ ധാരാളമായിട്ട് ഒഴുകട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.